അതെ, ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ സാരി ഉടുപ്പിക്കുന്നത്? ഇത് ആ സൈഡിൽ തിരികെ പിടിക്ക്. ഏത് സൈഡില്? വലത് ഭാഗത്ത്. ഇങ്ങത്താ. തിരികെയോ? ഇനി ഇങ്ങനെ ഇങ്ങനെ വട്ടം കറങ്ങാം. എങ്ങനെ കറങ്ങാൻ? ഓ, അങ്ങനെ ചുറ്റുവേഗം. അങ്ങോട്ട് മാറി നിൽക്ക്. ആ സാരി കുറച്ച് അയച്ചു വിട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇനിയിപ്പോ ഇതെന്താ ചെയ്യണ്ടേ? ഇനി ഇതാ ഷോൾഡറിലേക്ക് ഇടും. എവിടെ? ഓ, തോളത്തിടാൻ. ഏത് ഭാഗത്താ? ലെഫ്റ്റ്. ഇടത് ഭാഗത്തേക്ക്. ഇട്ടോ? അയ്യേ, ഇതെന്താ ഇങ്ങനെ? അത് തന്നെ ഇപ്പൊ ഞാനും അങ്ങോട്ട് ചോദിക്കാൻ നിക്കുന്നേ. ഇത് പ്ലീറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്കിതൊന്നും പ്ലീറ്റ് എടുക്കാനൊന്നും അറിഞ്ഞൂടാ. ഓ, ഇങ്ങോട്ട് നീങ്ങുന്നേ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് തിരികെ. തിരികെ. അങ്ങോട്ട് നോക്കിക്കേ പെണ്ണെ. നിന്നോട് അങ്ങോട്ടല്ലേ നോക്കാൻ പറഞ്ഞേ? ഇതവിടെ കുത്ത്. എവിടെ? നടുവില് കുത്ത്. എവിടെ? ഇവിടെയോ? അവിടെ ആയിരിക്കും. ஐயையோ எனக்குள் முதல் அச்சம் வருதே. உன்னை பார்க்கும் நொடியில் நான் என்னை மறந்தேன். உன்னை பார்க்கும் போதெல்லாம் என் பெண்மை உணர்ந்தேன்.
അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ ദാ ഇങ്ങനെ ഇരിക്കും. ആരോട് പറയാനാ ബൈജുവേട്ടാ? അച്ഛന്റെ തലയിൽ വേദം ഓതിയിട്ട് കാര്യമൊന്നുമില്ല. സ്വന്തം തന്തയെ വെട്ടുപോത്താണെന്ന് പറയാതെ പറഞ്ഞല്ലോ നീ. സന്തോഷായി. ഏതായാലും സാരി ഉടുക്കാൻ അറിയാത്ത ഭാര്യയെ എഴുന്നള്ളിച്ച് എന്റെ അളിയൻ അമ്പലത്തിൽ പോകുന്ന ഒന്ന് കാണുമല്ലോ. അവൻ ഒരു ഉളുപ്പുമില്ലാതെ എന്നോട് വന്ന് ചോദിക്കല്ലേ അവളെ ഞാൻ സാരി ഉടുപ്പിച്ചു കൊടുക്കുമെന്ന്. ഉടുപ്പിച്ചു കൊടുക്കാൻ ഞാൻ. നീ അങ്ങനെ അവരുടെ കാര്യത്തില് നേരിട്ടൊരു ആക്രമണത്തിന് പോണ്ട സുജിതേ. അതൊരു തല്ലുള്ളി പെണ്ണ. ചിലപ്പോ വല്ല മാരകായുധങ്ങളും കയ്യിൽ കരുതിയിട്ടുണ്ടാവും. ആണോ? ആളുകളെ വെട്ടാനും കുത്താനും മടിയില്ലാത്ത ജന്മം അതിന്റേതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഒരു പേടി എനിക്കുണ്ട്. പക്ഷേ സുധിയുടെ ഭാര്യയായിട്ട് വന്ന് കയറിയത് കൊണ്ട് അത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ വഴിയില്ല ബൈജുവേട്ടാ. എന്തായാലും അവളെ ഇവിടുന്ന് നാണം കെടുത്തി ഇറക്കി വിടണം. രണ്ടാം കെട്ടെങ്കിൽ രണ്ടാം കെട്ട്. പൂജയെ സുധിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം. പൂജയ്ക്ക് അങ്ങനെയൊന്നുമില്ല. സുധിയും സത്യയും തമ്മില് ഒരു ഇഷ്ടവും ഇല്ലെന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ബോധ്യമായതല്ലേ. പിന്നെ പൂജയുടെ ജാതകത്തില് ഒരു രണ്ടാം കെട്ടുകാരനാവും വിവാഹം കഴിക്കാന്നുണ്ട്. ഹാ, അപ്പൊ അത് തന്നെ കാര്യം. ഇത് വെറും ഒരു ചടങ്ങായിട്ട് കൂട്ടിയാ മതി. അമ്മയ്ക്കും സുധിക്കും ഇഷ്ടമല്ലാത്ത അവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. ഹാ, നോക്കാം. എല്ലാം നേരെയാവും. ആ, ഏതായാലും അവൾ അമ്പലത്തിൽ പോന്ന കോലം ഒന്ന് കാണട്ടെ. ഇന്ന് തന്നെ ചിലപ്പോ ഒരു തീരുമാനമാവും. ബൈജേട്ടൻ വാ. ഇത്ര നന്നായിട്ട് സാരി ഉടുപ്പിക്കാനൊക്കെ വിക്രമൻ അറിയല്ലേ? എന്റെ വിധി. അതെ, വിക്രമന്റെ വിധി. എന്റെ യോഗം. ഞാൻ ഭാഗ്യവതിയാണെന്ന് അച്ഛമ്മ പറഞ്ഞത് വെറുതെ അല്ല. ഇനി ഇതുപോലൊന്നും നടക്കില്ല. ഇപ്പൊ ഉടുപ്പിച്ച് കണ്ടല്ലോ, ഇനി അങ്ങോട്ട് സ്വയം ചെയ്തോണം. അയ്യോ, എനിക്കറിയില്ല. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല വിക്രമ. ശരി ശരി, നമുക്ക് ഇറങ്ങാം. അയ്യേ, വിക്രമൻ ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? മനസ്സിലായി. പകരത്തിന് പകരം ഷർട്ടും മുണ്ട് ഞാനെടുത്ത് ഉടുപ്പിച്ചു തരണോ അല്ലേ? ആ, ഉടുപ്പിക്കാം. അങ്ങോട്ട് മാറുന്നില്ലടി. വാ വാ വാ, ഇറങ്ങ, നടക്ക്. ഒന്ന് വേഗം നടക്കുന്നുണ്ടോ? ഈ സാരി എടുത്ത് വേഗം നടക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഓ, അതൊന്ന് കുറച്ച് പൊക്കി പിടിച്ച് നടന്നാലെന്താ? അയ്യേ 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 അയ്യേ, എന്താ ഈ കാണിക്കുന്നേ? പൊക്കി പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ട്? പൊക്കി പിടിക്കാൻ പറഞ്ഞു എന്ന് കരുതി അതിന് ഇത്രയും പൊക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? താഴ്ക്ക്, താഴ്ത്താൻ, താഴ്ത്തണി, നടക്ക. ഇതിങ്ങനെ മടക്കി കുത്താതെ സ്പീഡിൽ നടക്കാനൊന്നും പറ്റത്തില്ല. ഓ, ഇതാ ഞാൻ അപ്പോഴേ പറഞ്ഞത്, പാന്റ് ഷർട്ട് ഇട്ടാ മതിന്ന്.
നീ ആളുകളെ കൊണ്ട് പറയിപ്പിക്കല്ലോ. ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണോ സാരി മരിച്ചിട്ട് നടക്കുന്ന? ആ, നീ ആദ്യം അത് താത്തിട്ട് ഇനി നടക്ക്. പതിയെ നടക്കാനേ പറ്റൂ. ആ, പതിയെ നടന്നാ മതി. ആ, പിന്നെ ഇതാരാ സാരി ഉടുപ്പിച്ച് തന്നെന്ന് ആരെങ്കിലും ചോദിച്ചാ നീ എന്ത് പറയും? വിക്രമനാണെന്ന് പറയും. എന്റെ പേര് മിണ്ടി പോരുത്. പിന്നെ നീ തന്നെ കൊടുത്താണെന്ന് പറഞ്ഞാ മതി. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്ന് വിക്രമൻ തന്നെയല്ലേ വീട്ടിൽ പാട്ടാക്കിയത്? ആ, അത് പിന്നെ ആ യൂട്യൂബിൽ നോക്കി നീ തന്നെ കൊടുത്താണെന്ന് പറഞ്ഞാ മതി. എനിക്ക് കള്ളം പറഞ്ഞ ശീലമൊന്നുമില്ല. ചെറിയ കള്ളം പറയുന്നോണ്ട് ഒരു തെറ്റുമില്ല. കളവിൽ അങ്ങനെ ചെറുത് വലുത് എന്നൊന്നുമില്ല. ആരോടും കളവ് പറയരുതെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓ ശരി, എന്നാ നീ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ പറഞ്ഞോളാം. ആ, വിക്രമൻ ഇല്ലാത്ത സമയത്താണ് എന്തേലും ചോദിക്കുന്നെങ്കിലോ? ആ, അപ്പോ നീ സാരിയുടെ വിഷയം മാറ്റി വേറെ എന്തെങ്കിലും മാറ്റർ പറഞ്ഞോ? വേറെ എന്ത് മാറ്റർ? ഓ, തേങ്ങയുടെ വില, റഷ്യയിലെ ഭരണം, ചൈനയിലെ കൊറോണ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത് വലിയ പുലിവാലായല്ലോ. പുലിവാലായതേ എനിക്കടി. ആ, ഇതിനെയാണോ നായര് പിടിച്ച പുലിവാലെന്ന് പറയുന്നത്? ഓ, തമാശ പറയാൻ കണ്ട നേരം. വേഗം നടക്കടി. അയ്യടാ, നടക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ? കള്ളം പറയാൻ അറിയാത്തൊരു പരിശുദ്ധ. നടക്കടി. എനിക്കറിയാം നിനക്ക് വിഷമാവൂന്ന്. എന്നാലും ചേച്ചി ചോദിച്ചേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, ഞാൻ അവന്റെ ചേച്ചിയായി പോയില്ലേ. ചടങ്ങുകളൊന്നും മുടക്കാനും പാടില്ല. വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ഞാൻ കരുതി വർക്ക്ഷോപ്പിൽ പണിക്ക് പോകുന്ന പോലെ ജീൻസും ഷർട്ടും ഇട്ടിട്ടാവും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയെന്ന്. അയ്യേ, അത് മോശമല്ലേ? സത്യക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് സാരി ഉടുക്കാൻ അറിയാം, പക്ഷെ ചേച്ചി ഉടുക്കുന്ന പോലെ ഭംഗിയായിട്ട് ഉടുക്കാൻ അറിയില്ല എന്നാ പറഞ്ഞേ. ഇതിനെന്താ ഇത്ര ഭംഗിക്കുറവ്? നല്ല വൃത്തിയായിട്ട് ഉടുത്തിട്ടുണ്ടല്ലോ. ആ, അതെ, ഞാനും അത് തന്നെയാ പറഞ്ഞത്. എടാ, ഇത് ഇവള് തന്നെ ഉടുത്തതാണോ അതോ നീ ഉടുപ്പിച്ചു കൊടുത്തതാണോ? ഞാനോ? എനിക്കെങ്ങനെ? കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ നീ ഇവളുടെ അടിമയായി പോയല്ലോടാ. അല്ല ചേച്ചി, ഇത് ശരിക്കും സത്യം തന്നെ കൊടുത്തതാ. ചേച്ചിയുടെ ഹെൽപ്പോടെ കിട്ടിയാ നന്നാവുന്ന് തോന്നി, അതാ ഉടുപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചത്. അല്ലാതെ ഞാൻ ഉടുപ്പിച്ചു കൊടുത്തൊന്നും അല്ല. എങ്കി ഇവള് പറയട്ടെ, ഇത് നീ സ്വയം ഉടുത്തതോ അതോ സുധി ഉടുപ്പിച്ചു തന്നതോ? എന്താ ചേച്ചി ഇത്? ഒരു സാരി ഉടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ലേ? ക്ഷേത്രത്തിൽ പോകാനുള്ള സമയമായി, അപ്പോഴാണോ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ബഹളം ഉണ്ടാകുന്നത്? അതെ, വേഗം ഭക്ഷണം കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോവാം. നല്ല വിശപ്പ്. ഓ, വിശപ്പ് തിന്നാൻ കിട്ടാത്തടുത്തുനിന്ന് വരുന്നവളല്ലേ. ആർത്തി മാത്രമല്ലേ കൈമുതലായിട്ടുള്ളൂ. നീ എങ്ങനെയാണ് അവളെ സഹിക്കുന്നേ? അതേടൂ, എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഓ, പിന്നെ USA താനെ ഒഴികെ എന്റെ മറ്റ് ഫ്രണ്ട്സ് എല്ലാം വന്നു. ആ, മരുമകളല്ലടോ, മകള് തന്നെ.
തങ്കപ്പെട്ട സ്വഭാവം. ആ ശരി, സൗകര്യം പോലെ വാ. തങ്കപ്പെട്ട സ്വഭാവമുള്ള മോളെ ഏത് കുലത്തിൽ പിറന്നവളാണെന്ന് അച്ഛൻ അറിയോ? കുലവോ? ആരുടെ കാര്യോ നീ പറയുന്നേ? സത്യമോളുടെയോ? അയ്യോ, സത്യമോള് ഇത്രയ്ക്ക് അങ്ങ് പുന്നാരിക്കില്ല അച്ഛാ. എന്താ നിന്റെ പ്രശ്നം? അവളെ ദൈവം ഉണ്ടാവുന്നതിന് മുമ്പേ ഉള്ള ഏതോ കുലത്തിൽ പിറന്നവളാ. അച്ഛാ, ഭക്ഷണം കഴിച്ചിട്ടാണോ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോവാറ്? എന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? അച്ഛൻ ചോദിച്ചതിന് മറുപടി പറയേ. അല്ല, അമ്പലത്തിൽ പോകുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ശീലം നമുക്കില്ലല്ലോ. ഹാ, എന്നാ തങ്കപ്പെട്ട മോളെ മൂക്കുമുട്ടെ തിന്നിട്ടേ വരുന്നുള്ളൂന്ന്. പറ്റുമെങ്കിൽ കുറച്ച് മട്ടനും ചിക്കനും ഒക്കെ വാങ്ങി കൊടുക്ക്. ഈശ്വരനെ കളിയാക്കാനായിട്ട് എന്തിനാച്ചാ ക്ഷേത്രത്തിൽ പോന്നേ? ഏയ്, സത്യമോൾ അങ്ങനെ ഉരുളാതച്ചാ, പോയി നോക്ക്, അവള് വെട്ടി വിഴുങ്ങുന്നത് കാണാം. ചെല്ലച്ചാ. മോളെ ബ്രേക്ക്ഫാസ്റ്റ്? അതെ, കഴിച്ചിട്ട് ഇറങ്ങിയാ മതി. അല്ല മോളെ, അങ്ങനെയല്ല വേണ്ടത്. ക്ഷേത്രത്തിൽ പോകുമ്പോ ഒഴിഞ്ഞ വയറുമായി പോകണമെന്നാ. അതാ ഇവിടുത്തെ ഒരു ശീലവും. ശീലങ്ങളെല്ലാം മാറണം സാറേ. മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്ക് മാത്രമാണെന്നല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ടച്ചാ? ഇവൾ ഈ കുടുംബം കുളം തോണ്ടും. ഈശ്വര കോപം വിളിച്ചു വരുത്തുവാ. ഈ വീട് നശിച്ച് നാറാണക്കല്ല് പിടിക്കണം. അതാ ഇവളുടെ ഉദ്ദേശം. ഇതെന്തൊക്കെയാ സുജിതേച്ചി പറയുന്നേ? തമാശയ്ക്ക് പോലും ഇങ്ങനൊന്നും പറയല്ലേ. കേട്ടില്ലേ? തങ്കപ്പെട്ട മനസ്സുള്ളവളുടെ സ്വഭാവ ഗുണം. എടാ, അബദ്ധം പറ്റി കെട്ടിക്കൊണ്ടുവന്നതാണെങ്കിലും നിന്റെ ഭാര്യയില്ലേ അവള്? കാരണം പുകച്ചുന്ന് കൊടുക്കടാ. വെറുതെ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ക്ഷേത്രത്തിൽ പോകുമ്പോ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതെ, അതെനിക്കും അറിയാം. എന്റെ അമ്മയും അച്ഛമ്മയും എല്ലാം അങ്ങനെ തന്നെയാ ചെയ്യാറ്. നിന്റെ ചേച്ചിയോ? അവളാണോ നിന്നെ ഈ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ദേ സുജിതേച്ചി, കുറച്ചുകൂടി മാന്യത കാണിക്കണം. എന്റെ വീട്ടിലുള്ളവരെ പറയരുത്. മാന്യത കാണിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? മാന്യത ഇല്ലാതെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കും അറിയാം. അത് നിന്റെ വീട്ടിൽ ചെന്ന് കാണിച്ചാ മതി. ഇവിടെ വേണ്ട. ഇനി ഇതാണ് എന്റെ വീട്. എന്നെ താല് കെട്ടി കൊണ്ടുവന്ന എന്റെ ഭർത്താവിന്റെ വീടായത്. ആ അധികാരവും അവകാശവും ഇല്ലാത്തവര് എന്നോട് തർക്കിക്കാൻ നിൽക്കരുത്.